പുതിയ പ്രസിഡന്റ് എത്തിയിട്ടും അയയാതെ ബി.ജെ.പിയിലെ വിഭാഗീയത. തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിൽ വി മുരളീധരൻ വിഭാഗക്കാരെ ഒഴിവാക്കിയെന്ന് ആക്ഷേപം. മുൻ പ്രസിഡന്റുമാരായിരുന്ന വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ക്ഷണിക്കാത്തതിനെക്കുറിച്ച് അവൈലബിൾ കോർ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തീരുമാനിക്കാനാണ് ബി.ജെ.പി നേതൃയോഗം തൃശൂരിൽ ചേർന്നത്. ജില്ലാ പ്രസിഡന്റുമാരും ജില്ലാ ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന നേതാക്കളും പങ്കെടുത്ത യോഗത്തിൽ മുൻ പ്രസിഡന്റുമാരായിരുന്ന കെ സുരേന്ദ്രൻ, വി മുരളീധരൻ എന്നിവർ പങ്കെടുത്തിരുന്നില്ല. വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും അഭാവം ചൂണ്ടിക്കാണിച്ചപ്പോൾ ജില്ലാ പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടിംഗ് മീറ്റിംഗ് ആണ് നടന്നതെന്നും പങ്കെടുക്കേണ്ടവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്ന ഒഴുക്കൻ മറുപടിയായിരുന്നു എം.ടി. രമേശിൻ്റെത്. ഒന്നത് സംസ്ഥാന നേതൃയോഗമായിരുന്നില്ല, ഒരു ജില്ലാ പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിയിട്ടുള്ള ചില തീരുമാനങ്ങളുടെ ബിസിനസ് ടൈപ്പ് മീറ്റിംഗ് ആയിരുന്നു. ഇതിൽ ചില വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ട ആളുകൾ മാത്രമേ ഈ യോഗത്തിൽ വന്നിട്ടുള്ളൂ. ജില്ലാ പ്രസിഡന്റുമാരുടെ മീറ്റിംഗ് ആയിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചു ചേർത്തുള്ള ജില്ലാ പ്രസിഡന്റുമാരുടെ മീറ്റിംഗ് ആണ്. ആ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ആളുകൾ മാത്രമേ വിളിക്കപ്പെട്ടിട്ടുള്ളൂ. അവർക്ക് പരാതിയില്ലല്ലോ, നിങ്ങൾക്ക് അഭിപ്രായമില്ലല്ലോ. ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത പരാതി എന്തിനാ? എന്നാൽ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖരനെ പി.കെ. കൃഷ്ണദാസ് വിഭാഗം ഹൈജാക്ക് ചെയ്തു എന്നാണ് വി മുരളീധരൻ വിഭാഗത്തിന്റെ ആരോപണം. സംസ്ഥാന നേതൃയോഗത്തിനിടയിൽ ചേർന്ന അവൈലബിൾ കോർ കമ്മിറ്റി യോഗത്തിൽ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറിമാരായിരുന്ന 2 പേർ നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ വിമർശനം ഉന്നയിച്ചു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായ ശേഷം പി.കെ. കൃഷ്ണദാസ് വിഭാഗക്കാർക്ക് മുന്തിയ പരിഗണനയാണ് ലഭിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാനും രാജീവ് ചന്ദ്രശേഖർ തയ്യാറായില്ല. രാജീവ് ചന്ദ്രശേഖറിന് പകരം എം.ടി. രമേശാണ് വാർത്താ സമ്മേളനം നടത്തിയത്. കൈരളി ന്യൂസ്, തൃശൂർ.